നിങ്ങൾ എന്തായാലും മുറിക്കണം. കാരണം മിഷീനുകൾ ഇപ്പോൾ വർക്കിംഗ് ഇല്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല, സ്റ്റെക്കായിട്ടുണ്ട്. കുറച്ച് മുമ്പ് വർക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. നാളെ ഇതേമാതിരി സ്റ്റെക്കായി വർക്ക് ചെയ്യും. അതാണ് കുറച്ച് മരങ്ങൾ എന്തായാലും മുറിച്ചേ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ അതിന് പോവല്ലേ നമ്മളിപ്പോൾ? ഗൈസ് ഭയങ്കര കാടാണ് സൈഡിലും ഡെയിലൊക്കെ ആയിട്ട്. ഇവിടെ ഒരു വീട്, ഈ വീട്, ഈ വീട്ടിൽ നിന്നുള്ള വിഷ്വലൊന്ന് ആലോചിച്ച് നോക്കാം. ഈ വീടിൻ്റെ അടുത്ത് ഈ കാട് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയാണ് ആൻഡോ ചേട്ടൻ്റെ വീടുണ്ടായി. ഇത് തറയാണ്. ഇവിടെ ആ വീടുണ്ടായിരുന്ന സമയത്ത് കാണുന്ന വിഷ്വലൊന്ന് ആലോചിക്കാം. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ള 360 നോക്കി എങ്ങനെയുണ്ട്? എങ്ങനെ സ്വർഗ്ഗക്കുന്ന് വിളിക്കാക്ക? വേറെ എന്തെങ്കിലും പേര് ഈ സ്ഥലത്തിന് കൊടുക്കാൻ പറ്റുമോ? ഒന്നുമില്ല. ഇത് അത്രയും ബ്യൂട്ടിഫുൾ. നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ഒരു ബുദ്ധിമുട്ട് വേണ്ട. സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കില്ലേ, കാണുന്നവരോട് ചോദിക്കും. ഒരു ബന്ധമില്ല കേട്ടോ. ഇപ്പൊ ഇന്നലെ ഒരു കുറച്ചായിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മളൊരു പുതിയ ഒരു കാട് കയറല് ആ ഒരു സാഹചര്യം നടന്നില്ല. നമുക്ക് ഇന്ന് നടന്നിട്ടുണ്ട്. പ്രവാസിയായിട്ടാണ് എനിക്ക് ഇത്ര ഇതുണ്ടായി. കയറിയേ പറ്റുള്ളൂ എന്നുള്ള അതിനാണ് ഇത്ര തോന്നെ മെസ്സേജ് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ഇപ്പോൾ റിസോർട്ടിലാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടാളും റിസോർട്ടിന്റെ പരിപാടികളാണെന്ന്. അല്ലല്ല, അമ്പോ ഇവിടെയൊക്കെ ഈ വീടെന്ന സ്ഥലത്തുള്ള വിഷ്വലുകൾ നോക്കിട്ടോ. ഇത് അങ്ങോട്ട് വിഷ്വലുകളാണ്, അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും. ഇത് മൊത്തം ക്ലിയർ ആയ സമയത്തുള്ള കാട്ടിന്റെ ഉള്ളിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് അതെ കഴിഞ്ഞോ? ഓയിൽ ചിന്തണ്ടോ? ഓയിലിന്റെ കൊണ്ടുപോയിട്ടാ നന്നാക്കുമ്പോ പേരക്കണ്ട പേരക്കണ്ട അങ്ങനെ നമ്മളെ അതിഥികൾക്ക് ചായ ഉണ്ടാക്കി. നമ്മൾ ഏകദേശം 2-2:30 മണിയായിട്ടോ. ചായ ഉണ്ടാക്കിയിട്ട് നല്ല ഏർമാടം കെട്ടി തുടങ്ങട്ടെ. മരങ്ങളൊക്കെ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കട്ടെ, അല്ലെങ്കിൽ രാത്രി ഇവിടെ കൂടാൻ കഴിയില്ല. ഫുൾ പ്രയാസത്തിലായിരിക്കും. ഒന്നും നോക്കില്ല, പണി തുടങ്ങി. എങ്ങനെയുണ്ട് പണിയെടുത്ത് പൂതി കഴിഞ്ഞോ? പണി എന്ന് പറഞ്ഞപ്പോ പോയ 2000 രൂപ കൂലി ഇട്ടില്ലേനോ? അതെ. ഇപ്പൊ ഏർമാടം കെട്ടാനുള്ള പൂതി ഏർമാടം കെട്ടാനുള്ള പൂതി ഇരുന്നോ? സ്ഥിരമായിട്ട് നമ്മക്ക് നിക്കണേ, നമ്മക്ക് ഓക്കെയാണ്. അപ്പൊ വർക്കിങ് ഭയങ്കരമായിട്ട് നടന്നുകൊടുക്കട്ടോ. 3 മണിയാണ് ഇപ്പൊ തന്നെ മരം മുറിച്ച് കഴിഞ്ഞപ്പോത്തിന്. കണ്ടല്ലേ? അത് മെഷീൻ വാള് പണിയൊന്നും ഉണ്ടാട്ടോ, വേറെ വിഷയം. മെഷീൻ വാള് പണിയൊന്നും ഉണ്ടാണ്. ഇതാ ഒരാൾ കൂണി അടിക്കുന്നുണ്ട്. സനു ഇതാ. എന്തേനി എന്റെ പേര്? മോന്റെ പേരെന്തേനി? നിന്റെ പേരെടോ? ജാനിസ്. ജാനിസ് 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 ആ സാധനം എടുത്ത് തരുന്നുണ്ട്. അതുപോലെ അജ്മൽ ഇതാ മേലെ കയറിയിട്ട് നമുക്ക് കമ്പുകളും കാര്യങ്ങളൊക്കെ പൊക്കിത്തരാൻ വേണ്ടി, മരങ്ങളൊക്കെ പൊക്കിത്തരാൻ വേണ്ടി മേലെ കയറിക്കുന്നുണ്ട്. നമ്മളെ ഒരുപാട് കഷ്ടപ്പെടും കേട്ടോ. കാരണം അതിനൊരു ബേസ് ഉണ്ടാക്കി എടുത്താൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിട്ടേ. അപ്പോൾ നല്ല സപ്പോർട്ട് കൊടുത്തിട്ട്, നല്ല വലിയ മരങ്ങളാണ് ഫുള്ള്. അപ്പോൾ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഇറക്കുക. ഇവിടെ വെളിച്ചം വന്ന് ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒഴിവാക്കി ഞങ്ങളൊരു വിഷ്വൽ എടുക്കുന്നുണ്ട് മക്കളെ. വല്ലാത്തൊരു വിഷ്വൽ. സമയം ഏകദേശം നല്ലതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കെട്ടണതിൻ്റെ ഇടയിലൊക്കെയാണ് ഏകദേശം അത്ര കെട്ടിയിട്ടുണ്ട്.
ടൈം ഇനിയും ഒരുപാട് വേണം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് എങ്ങനെയെങ്കിലും ഇത് കയറ്റിയാണ്ട് ഇവിടെ കിടന്നുറങ്ങിയേ പറ്റുള്ളൂ. നിങ്ങൾ നാളെ എടുക്കണം ബാക്കിയുള്ള വർക്ക്. അപ്പോൾ ഇന്ന് കിടന്നുറങ്ങാനുള്ള കോലത്തിലേക്ക് നമ്മൾ എന്തായാലും ആക്കും കേട്ടോ. സ്പീഡ് എല്ലാവരും സ്പീഡ്. നമ്മളെ കൂടെ വന്ന നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ പേടിച്ചിട്ടുണ്ട് കേട്ടോ, സബ്സ്ക്രൈബേഴ്സൊക്കെ പേടിച്ചിട്ടുണ്ട്. നമ്മളെ ജാനിഷും ഇവനൊക്കെ പേടിച്ചതാണ്, പെട്ടെന്ന് പണി തീർക്കുക പെട്ടെന്ന് കയറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മഴയും പാറ്റുന്നുണ്ട്, അതാണ് പ്രശ്നം. എത്ര മണിയാകുമ്പോൾ അവിടെ ഇതാവും? നന്നായി തുടങ്ങിയില്ലേ? ഓ അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സേഫ്റ്റിയാണ് മുഖ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ ഓരോ കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കേണ്ടി ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഓല മേലെ കയറ്റാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നാളേക്കോ മറ്റന്നാളേക്കോ ഒക്കെ ആലോചിക്കാം. ഭയന്ന് വിറച്ചിരിക്കുന്നുണ്ടോ, മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാലോ തല ചൊറിഞ്ഞിരിക്കണം, പേടിച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് പരിപാടികൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഏകദേശം ഇറ്റായിട്ടാണ് കേട്ടോ, അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ വൈകുന്നേരം ഇരുട്ടാകുന്നതിനനുസരിച്ചിട്ട് എല്ലാവരും സ്പീഡുകൾ കൂട്ടിട്ടുണ്ട്. അപ്പോൾ പാസിങ്ങിലാണ് പരിപാടികൾ കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ എടുത്ത് ഇന്ന് തൽക്കാലത്തിന് കൂടണം, ബാക്കിയൊക്കെ റിപ്പയറിംഗ് ഒക്കെ നാളെ അല്ലേ? റിസർവ് ബാങ്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് പണി? ഉഷാറല്ലേ? വിട്ടോ വിട്ടോ. രണ്ടാന അതിന്റെ തോട്ടിൽ തരാന്ന് പറഞ്ഞാലും ഞങ്ങളില്ല അതില്. അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ തൽക്കാലത്തിന് നമ്മളെ കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇവിടെ കിടക്കണല്ലോ എന്തായാലും. അപ്പൊ നമ്മളെ കൂടെ വന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നല്ല പേടി വന്നിട്ടുണ്ട്. ഒക്കെ ഇതുവരെ താഴ്ത്തിരുന്ന ആൾക്കാരൊക്കെ പാഞ്ഞു കയറി എന്തേലും കാട്ടി മരം ഫുള്ളാക്കി വെച്ച് ഇവിടെ കിടക്കാനുള്ള കോലത്തിലാക്കണം പ്ലീസ്. അതാണ്. അപ്പൊ തൽക്കാലത്തിന് നമ്മൾ ഏർമാടത്തിന്റെ വർക്കുകളൊക്കെ ഈ കോലത്തിലാക്കി വെച്ചിട്ട് നമ്മള് സേഫായി കയറാണ്, വേറെ ഒന്നും ചെയ്യാല്ല. ഓക്കെ, അപ്പൊ നമ്മളെ കൂടെ വന്ന പോലെ നമ്മളെ സേഫ്റ്റി നോക്കണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ മരത്തുമ്പോ കയറി നിൽക്കണം. അല്ല കോഴി എടുക്കണ്ടേ?
ഫോണ് അങ്ങനെ ഏർമാടം സെറ്റായിരിക്കുകയാണ്. ചെറിയൊരു മഴക്കോള് കാണുന്നുണ്ട്, എന്നാലും ഇരുട്ടായി. ബാക്കിയുള്ള സാമഗ്രികളൊക്കെ മേലേക്ക് കയറ്റിയിട്ട് സെറ്റപ്പൊക്കെയുള്ള പരിപാടി നോക്കുക. ഉണ്ടോ മഴ, നല്ല മഴ പെയ്യും, മഴ തുള്ളിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഉള്ള കെട്ടി വലിച്ചായിട്ട് ഇതാ കിടക്കാനുള്ള രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടോ ഞങ്ങൾ വേറെ ഓപ്ഷനും ഇല്ല. അത് നമ്മളൊപ്പം വന്ന പോലെ നമ്മൾ സേഫ് ആക്കണമല്ലോ, അല്ലെ നമ്മൾ 9 മണിവരെയൊക്കെ പണിയെടുക്കുകയെ. അവിടെ സൈഡിൽ കെട്ടാനുള്ള ഇനി മരം എടുക്കാൻ വരെയുള്ള നേരമല്ല, ഇരുട്ടായി. ബാക്കിയുള്ളൊക്കെ മരം നമ്മൾ മുറിച്ച് വെച്ചാട്ടോ. നോക്കിയാൽ ഒക്കെ പഴയ മരമല്ല, കുറച്ച് ഉറപ്പുള്ള ഏർമാടൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെ നടക്കാം, നല്ല ഉറപ്പുള്ള ഏർമാടാണ്. എന്തോ ഒരു നിലക്കൊന്നും ഉണ്ടാവില്ല. പേടിച്ച് വലഞ്ഞിട്ട് 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ 4 കൊള്ളിയാ വെച്ചിന്. അപ്പൊ ആകെ ടെൻഷനിലേനി, ചെക്കന്മാരൊക്കെ എല്ലാം പേടിച്ചിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലത്തിന് ഒരു ബേസ് ആക്കിയിട്ടാണ്ടോ സെറ്റിലാക്കി. ഓക്കെ ബ്രോസ്, അങ്ങനെ ഞങ്ങൾ ഏർമാടം കിട്ടി ബ്രോസ്. എത്രങ്ങാനും ഹൈറ്റിലാണെന്ന് ഇപ്പൊ എങ്ങനെ കാണിച്ചു തരും ഞാൻ. കിട്ടിയില്ലെങ്കിലും വീഡിയോസ് ഒന്നും കിട്ടിയില്ല, ഞങ്ങളെ പ്രൈവസിയും പേടിയും കാരണം എങ്ങനെങ്കിലും ഇതിന്റെ മോൾ കത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റാക്കി. ഒരു ദിവസം കൊണ്ട് ഇതോടുകൂടി തീർന്ന് എങ്ങനെങ്കിലും രാത്രി ഇനി നമ്മള് വേറെ വരവുണ്ട് കേട്ടോ. എന്തൊരു ഇത് റെഡി ആയതിനു ശേഷം ഫുൾ പണി കഴിഞ്ഞതിന് ശേഷം ഫുൾ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാർബിക്കൊക്കെ സെറ്റപ്പ് ആക്കണം. വന്നല്ലേ അവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അതിന് നമ്മള് 4 മണിയൊക്കെ ആയപ്പോത്തിന് ഓൽക്കൊക്കെ ടെൻഷനായി. വേഗേറ്റ് മരം വേഗേറ്റ്. അപ്പൊ 4 മരം കെട്ടി 6 മണിയാവുമ്പോഴും ആടെ ആക്കിച്ചല്ലേ, ആടെ ആക്കിച്ചാണ്. പിന്നെ സെറ്റാക്കി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? വൈബ് എങ്ങനെയുണ്ട്? വൈബ് ഒരു ദിവസം പറഞ്ഞാൽ കെട്ടിയിരിക്കും. കുറച്ച് കുറവുണ്ടാവും. അതെ, ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയാണല്ലോ. നമ്മളെ സേഫ്റ്റി മുഖ്യം, അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കടുവ തൂക്കാൻ നിൽക്കരുത്, കടുവന്റെ ടെറിട്ടറിതാ നേരെ താഴത്താ. കടുവ വിഷയം തന്നെയാണ്. നമ്മൾ ഈ നാട്ടുകാർ പറയണോ ഇവര് പറയണോ നെഗ്ഗാര് പറയണോ നമ്മൾ കേൾക്കണ്ട, നമ്മൾ ഫുൾ പോസിറ്റീവ്. ഇപ്പൊ നിങ്ങള് നമ്മളെ 2 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓല് വന്നിട്ട് ഓൽക്ക് ഹാപ്പിയാണ്, ഓൽക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി. എത്ര ദിവസം കൊണ്ട് ഈ ഏർമാടം കെട്ടാ അത് മുഴുവനായിട്ട് എത്ര ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാം? ഇങ്ങനെ ഒരു സെറ്റപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഒറ്റ ദിവസം കൊണ്ട് കെട്ടി ഉണ്ടാക്കണേ എന്നിട്ട് ആയി. തൽക്കാലത്തിന് നമ്മളിപ്പോ നാളെ ഉണ്ടാക്കിയ ഏർമാടം പോലെ ആയിപ്പത്, നമ്മളെ ഓൾറെഡി ഉള്ള ഏർമാടം പോലെ ആയി. സത്യം പറഞ്ഞാല് പിന്നെ 4:30-5 മണിയാകുമ്പോഴേക്കും ഭ്രാന്തായി. എന്താ പറയാ, അത്രയും ടയർഡായി. ഇതൊന്ന് ഇവിടുന്ന് പോയാലോ വരെ ഓർത്തേക്ക് ഇത് റെഡി ആവില്ലാന്ന് വിചാരിച്ചിട്ട് മടുത്ത് അല്ലേ. പിന്നാണെങ്കില് 5 മണിക്ക് പോയാൽ അവിടെ എത്തുകയും ചെയ്യൂലല്ലോ. പിന്നെ അതിപ്പോ നടു കുടിഞ്ഞാലാവും വിജയം. ഇത് കെട്ടി തിന്നില്ലെങ്കിൽ ഒക്കെ വിജയാണല്ലോ. വീഡിയോയിൽ കണ്ടൊരു കണ്ടാലിന്റെ ഒക്കെ സിമ്പിൾ. ഇപ്പൊ ഒരു പുതിയ ആള് വരികയാണെങ്കിൽ 2 മരം ആട്ടം എടുത്താലും ഓന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഓനെ കുറച്ചാൾ കുത്തിക്കും. അതാണ് കാര്യങ്ങളോട് പറഞ്ഞാൽ മതി. ഈ നെഗറ്റീവ് പറയുന്നവരോട് എന്താ പറയാ? നെഗറ്റീവ് പറയുന്നവരോട് ഇവിടെ വരിക, കൊണ്ടേ കെട്ടിടുക. ഇവിടെ വന്നിട്ട് ഒന്ന് ഇവിടേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുക, എന്നാലും അറിയാം ഓന്റെ നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്നാ പറയേണ്ടി വന്ന അന്ന പറയാ. കാര്യങ്ങൾ പറഞ്ഞ തന്നെ ഓന് കൊറേ മനസ്സിലാവും. അതെ, മനസ്സിലായി. ഒരക്ഷരം ഉണ്ടാകും. ഈ നെഗറ്റീവ് പറയണോ ആദ്യം കയറി ഏർമാടത്തിന്റെ മുകളിലടി ഇരിക്കും. ഞാൻ താഴത്ത് കയറൂല. അതെന്നാ പറഞ്ഞ ഇതിന്റെ മേത്തേക്ക് കേറണ്ട ഓന്. ഇവിടെ തന്നെ അതിന്റെ കേറിനടുത്ത് തന്നെ അറിയാലോ ഓന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തേത്താണ്. നിങ്ങൾ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് പേടി കുടിക്കോ? പിന്നെ കേറി വന്നപ്പോ നല്ല പേടി കുടിക്കല്ലോ. ഫസ്റ്റ് നമ്മളാ പാർമ കുത്തിന്നെ അങ്ങനെ കുറച്ച് പേടിയില്ലായോ. പക്ഷെ പിന്നെ ഉള്ളിക്ക് വരികയല്ലോ. കേറിയപ്പോ പേടിയായി. സംഗതി വീഡിയോയിൽ നമ്മൾ ആനപ്പിണ്ടവും കടുവ ചവിട്ടിയതും മറ്റേ കാണുന്നേ. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോ നമ്മള് പെട്ടെന്ന് ആകെ 15 മിനിറ്റ് കൊണ്ട് നമ്മള് കാട് ഇറങ്ങി കാട് കയറി ചെയ്തിന് വീഡിയോയിലൊക്കെ. ഇതിലോട്ട് കയറാൻ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്നിട്ട് അതിനും നെഗറ്റീവ് പറയാനും അവിടെ ഇരിക്കാനും ആൾക്കാർ ഉളുപ്പ് അല്ലേ അവരൊക്കെ ഉള്ളത്. ഓരോരോ കാര്യത്തിൽ ഇറങ്ങി ചെയ്യുമ്പോ കാര്യങ്ങൾ മനസ്സിലാവും. സത്യം പറഞ്ഞ ഇന്ന് എക്സ്ട്രീം ലെവല് പണിയെടുത്തില്ലേ മടുത്തില്ലേ.
അതാണ് മടുത്ത് എന്ന് വെച്ചാൽ മടുത്തേനും മടുത്തിട്ട് എന്നിട്ട് കടുവ തിന്നണ്ടേല് നമ്മൾ പണിയെടുക്ക തന്നെ വേണോ? നമ്മക്കാവില്ല എന്ന് പറഞ്ഞാൽ തിന്നാല് നമ്മൾ ആരെങ്കിലും ഒരാളെ കടുവന്നുണ്ട്. അല്ലോ കേട്ടില്ല നിങ്ങള്? അപ്പൊ ഇതൊക്കെയാണ് സംഗതികള്. അപ്പൊ ഇപ്പൊ സംഭവം സേഫ് അല്ലേ? സംഭവം നമ്മള് ഒരനക്കം കൂടി ആണെങ്കിലല്ലോ. ഇപ്പൊ നമ്മക്കൊരു ഏർമാട് ഒരു അനക്കം കൂടിയില്ല, ഒരു രക്ഷയില്ല. നമ്മൾ 5 ആൾക്കാർ കയറി ഇമ്മ തുള്ളണ്ടി എന്നാലേ ഇതനങ്ങ. അതെ, തുള്ളിയാലേ അനങ്ങുള്ളൂ. അമ്മാരി കോൺഫിഡന്റ് അല്ലാണ്ട് ഇനിമ കിടന്നാലും 4 കല്ലി ഇവ കൊണ്ടുവച്ചാൽ ഇത് അനങ്ങൂല. അമ്മാരി കോൺഫിഡന്റ് കേട്ടോ, സെറ്റാണ്. ഇപ്പൊ നമ്മൾ ഏതായാലും ഹാപ്പി ആയി. നമ്മളെ പേടിയും എല്ലാം മാറി. ഇനി നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം. എന്നിട്ട് ഇവിടുത്തെ ആ വിഷ്വലൊന്നും ഇത് ഇപ്പൊ ഇമ കെട്ടി ഉയർത്താനാവും. അതെ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ ചടച്ചിട്ട് ആ മോളില് പോയി മരം മുറിച്ചപ്പോഴൊക്കെ പഠിച്ചോനെ മേത്തലൊക്കെ പോയപ്പോ എന്ത് ചടപ്പാ. മുള്ള ആടുന്ന് കുത്തുക, മുള്ളു വേടുന്ന് കുത്തുക, കടുവനെ നോക്കണം. കടുവേനെ നോക്കണം, ആനനെ നോക്കണം. ഈ മുള്ളാണെങ്കിൽ ഇങ്ങനെ കുത്തുകയും പിടിക്കുകയും ചെയ്തിട്ട് നമ്മ അതിലോട് നടക്കാൻ കൂടി വന്നില്ല. വന്ന് നോക്കണം ഉണ്ണിയെ അല്ലേ. ഏതായാലും ഇപ്പൊ ഏതായാലും ഇവിടെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ധൈര്യം കാണിക്കില്ലേ? ധൈര്യം കാണിച്ച് വീഡിയോ കണ്ടിട്ട് ആരും വരില്ല. ആ ഒരാളെ കൊണ്ടൊന്നും ആവൂല. എന്താ എന്റെ അഭിപ്രായം? വീഡിയോ കണ്ടൊന്നും ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ട് എന്താക്കാനാവല് കാണുമ്പോ തന്നെ പേടിയാവും. അപ്പോൾ നമ്മൾ ഏർമാട് ഏകദേശം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഏർമാടാക്കി. കാരണം ഓല് നല്ലോണം ഭയന്നാണ്. ഒരു 4:30-5 മണിയായപ്പോഴത്തേനും നല്ലോണം പേടിച്ച്. അപ്പോൾ ഇത്രയും ഇങ്ങനെ വന്നിട്ട് എക്സ്ട്രീം ലെവലിൽ നിന്നിട്ടില്ല. ഓലൊക്കെ ഒരു ട്രക്ക് ചെയ്ത് മൂടുള്ളൂ. അപ്പോൾ നല്ലോണം ബേജാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് ബേസ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ അടിഭാഗം സെറ്റാക്കി പുറത്തേക്ക് ചാടി പോകാതൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏതായാലും സേഫാണ്. വേറെ ഇപ്പം കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിച്ചിട്ട് ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല വിഷ്വലുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് രാത്രി കാണൂല. ഓക്കെ നാളെ കാണിച്ചു തരാം. ഏതായാലും കഞ്ഞി കുടിക്കട്ടെ കേട്ടോ, കഞ്ഞി. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നതാ. കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻ പൊരിക്കണ്. മീൻ പൊരിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കേട്ടോ. അപ്പോൾ അത് അവരുടെ തണുത്തിട്ട് മേലേക്ക് അങ്ങനെ നമ്മൾ കഞ്ഞി കൂടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്താ എങ്ങനെയുണ്ട് നമ്മളെ കഞ്ഞി? സ്വർഗം മച്ചാ, സ്വർഗം. ഒന്നും പറയാല്ല എന്തേ ഈ ഒരു സാഹചര്യമായിട്ടാണ്. കഞ്ഞൊന്നും പെരേന്ന് കിട്ടിയാ കുടിച്ചലുമില്ല. ഞാനടക്കി അതെ കഞ്ഞിനെ പറ്റിയ അതെ, വേറെ ഒന്നും ഇതിൽ പറയാല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിട്ടിട്ടോ. എല്ലാവരും ഉറങ്ങി, ഫുള്ളുറങ്ങി. എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്, വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. രാവിലെ കാണും കേട്ടോ. ഉറങ്ങിയില്ല, ദോശ കൊണ്ട് കാര്യമൊക്കെ ഉണ്ട്. അതാ ഗുഡ് മോർണിംഗ്. രാവിലെ കഴിച്ചിട്ടോ വിഷ്വൽ നോക്കട്ടോ. കുറച്ച് ഉരുമ്പിക്കള്ളി പോയി കഴിഞ്ഞാൽ ഇവിടെ വിഷ്വല. എല്ലാവരും ഉറങ്ങും കേട്ടോ. അടിഭാഗത്തേക്കുള്ള താഴ്ച ഉണ്ടെങ്കിൽ രാവിലെ സൗണ്ടുണ്ടാക്കണം. സൗണ്ടുകൾ ഇട്ടിട്ടുണ്ട്. വിഷ്വല് നോക്കി മക്കളെ,
ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഏടെ ഏർമാടം കെട്ടാൻ പറ്റുക? എൻ്റെ മോനെ അവനോ ഇതിൻ്റെ മുകളിൽ ഏടെ ഏർമാടം കെട്ടുക? ഇതിൻ്റെ മുകളിൽ അമ്മാരി സ്ഥലം അമ്മാരി വിശ്വല കേട്ടോ നോക്കി. എൻ്റെ മോനെ എന്ത് കളറടോ. ആ മലൻ്റെ ബേക്കിൽ എന്താ തെരഞ്ഞുണ്ട്? ഊരാൻ കത്തി ചൊലിച്ച് വരികയാണോ? എൻ്റെ മക്കളെ ഞാൻ സമ്മതിച്ചിട്ടോ. ശരി ശരി. നൈറ്റൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റാ. അതിഥികളൊക്കെ ഉറങ്ങും കേട്ടോ. എല്ലാത്തിനും ഞാൻ 6 മണിയായപ്പോൾ നീപ്പിച്ചിട്ട് പ്രഭാതം ഉദയം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ലൈറ്റിങ് വരണ്ട അതിനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചില്ലകളും ഒക്കെ വെട്ടി കഴിഞ്ഞാൽ നമ്മൾ മൊത്തം വിഷ്വലുകൾ കിട്ടും. ആരും എണീക്കില്ല കേട്ടോ. എല്ലാവരും ഇന്നലത്തെ ടയർഡിൽ നല്ല കിടന്നുറങ്ങുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, സുഖമാണ് ഉറങ്ങാൻ. ഹൈറ്റ് കൂടിയിട്ടാന്നറിയില്ല, ഫുൾ പക്ഷികളെ സൗണ്ടാണ്. ഇതിങ്ങനെ വിഷ്വലുകൾ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ അങ്ങോട്ട് പോണോറും. എൻ്റെ മോനെ ഒറ്റ ഒന്നും ചോദിച്ചില്ല, ഒക്കെ ടയർഡായിട്ട് കിടക്കാം. എത്ര പണിയാനായി. വല്ലാത്തൊരു വിഷയല്ലാട്ടോ ഞങ്ങൾ ഏർമടക്കള്. ഇനി അങ്ങോട്ട് പോകുന്നതോറും മൊത്തം കിട്ടും. ഇവിടുത്തെ ജില്ലകളും മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ മൊത്തം വിഷയല മക്കളെ. അതുകൂടി തരട്ടോ. ഇന്ന് തന്നെ വെട്ടാൻ കഴിയും നോക്കട്ടെ. വിഷിമാള് കംപ്ലൈൻ്റ് ആണ്, ഇല്ലാതെ ഇന്ന് തന്നെ വെട്ടു നോക്കെ. മക്കളെ പിന്നെയും കിടന്നുറങ്ങിപ്പോയിട്ടോ. 6 മണിക്ക് ശേഷം വിശ്വലം നോക്കിയാ മോനെ. പത്ത് മണിയായി. ഇതൊക്കെ ഇവിടെ കിടന്നുറങ്ങണം. പിന്നെയും ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാനും കാര്യമൊന്നും ടൈം കിട്ടില്ല. 5 ആൾക്കും വർക്കായിട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടിയ വീഡിയോസ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കണ്ടങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞങ്ങൾ റീസെറ്റ് ചെയ്യണം കേട്ടോ. എടുത്തായിട്ട് ഒന്നുകൂടി റീസെറ്റും കാര്യങ്ങളും ചെയ്യണം. കാരണം നമുക്ക് ഇത്ര സൈസൊന്നും പോരാ. എന്നാലേ വല്ല ബേജാറും കാര്യങ്ങളും കണ്ടപ്പോൾ അങ്ങനെ ചെയ്താൽ. പിന്നെ നോക്കി ഇന്നലെ കയറി പോകാനൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് രാത്രി പെട്ടെന്ന് ഉണ്ടാക്കിയതാ. നോക്കിയാ അവിടെ ആണിയടിച്ച് വെച്ചായിട്ട് കൂണിയുണ്ടോ? എത്ര കൂണിയാ നോക്കിയാ. അമ്മാരി ആയിട്ടില്ല. വെള്ളം തൂക്കി ഇറക്കണ്. വെള്ളം തൂക്കി ഇറക്കണുണ്ടോ ഞങ്ങള്? നോക്കിയാ നിങ്ങൾ ഇറങ്ങാനുള്ള കഷ്ടപ്പാടുണ്ടോ? ഇനിയിപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. 2 കോണിയാണ് മരത്തിലേക്ക് കയറ്റിച്ച ഒരു കോണി ഉണ്ടോ. അതിൻ്റെ മുകളിൽ താഴത്തേക്ക് എത്തി. അവിടെ ഒരു കോണിയും കൂടി. അടിപൊളിയല്ലേ? നമ്മളെ കടുവൻ്റെ ടെറിട്ടറി മാർക്കുള്ള മരാട്ട് ആ മരം. രാത്രിയൊക്കെ എന്തോ സൗണ്ടോ, പക്ഷേ എന്നാൽ രാത്രി ഒന്നും അറിഞ്ഞില്ല. നല്ല ഉറക്കുറങ്ങി. നമ്മളെ പയർ പാടം നോക്കിയാൽ അതും ഇതും ഹൈറ്റിൽ ഒരുപാട് മാറ്റം കേട്ടോ. എൻ്റെ അമ്മോ അവിടെ കിടന്നുറങ്ങുമ്പോൾ അറിയാനായിരിക്കും ഹൈറ്റ്. നോക്കിയേ
പെണ്ണന്മാരെ വിശ്വലും കണ്ട് കിടക്കണൊക്കെ നോക്കിക്കേ അവരെന്താ അവർ ചെയ്യുന്നത്. എമ്മാരി ജയിച്ചാ അത് കേറിപ്പോളൊരു കഷ്ടപ്പാടാണെങ്കിലോ. 2 വീടിൻ്റെ ആയിട്ടുള്ള പെര കോണി വേണം. സംഭവത്തിൽ 6 മണിക്ക് എണീച്ച് ഒരുപാട് വിഷ്വലുകളും കണ്ട് കിടന്ന് പിന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എന്തൊക്കെയോ സൗണ്ട് കേട്ടോ. നമ്മൾ അതിഥികളെ ഇറങ്ങി നോക്കിയാ. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞത് ചെരുപ്പ് എടുക്കാൻ മറന്നുപോയി. ഇവിടെ ലോക്കൽ ഓട്ടസിന് ഹലോ പേടിച്ചിറങ്ങി കേട്ടോ. പക്ഷെ അത്ര ഒരു കയറിയ എക്സ്പീരിയൻസ് ഇല്ല. അതിമേലെ അങ്ങനെയൊക്കെ ബലം കൊടുത്ത് ഇറങ്ങിയാൽ മിക്കവാറും കോണി അടക്കി പോകും. നോർമലായിട്ട് പിടിച്ചിങ്ങോട്ട് ഇറങ്ങിയോട്, ഭയം വേണ്ട. എങ്ങനെയുണ്ട് ഉറക്കം? അടിപൊളി ഉറക്കാണ്, സൂപ്പർ. അതിമേലെ ആരുണ്ടാക്കി വെച്ചാ ഓൻ പറയും അത് ജാനിച്ച് ഉണ്ടാക്കി കേട്ടോ. ഇവിടെ നമ്മളൊരു ക്യാമ്പ് ഫയറും കാര്യമൊക്കെ കഴിഞ്ഞിട്ടോടെ അതിൻ്റെ ഇടെ ആനങ്ങൂലേ. അതെ, എന്താണ് കോണിയാണ്. വലിയൊരു മരം കൊണ്ടുവന്നാണ്ട് കെട്ടിയിട്ട് വെച്ചേക്ക. വലിയ 2 മരം. ആ മരം അനക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 ആൾ വേണം. അത് വല്ലാത്തൊരു മരമായി പോയിട്ടോ. എങ്ങനെ പൊന്തിച്ച് മേലച്ച് ഇനി ഒന്നുകൂടി ഉണ്ടോ അങ്ങനത്തെ? ആ കരിമ്പൻ ചില്ലറ വെയിറ്റ് ഒന്നല്ല കരിമ്പന്. കാട്ടത്തെ കരിമ്പൻ എന്ന് വെച്ചാല് അതല്ലേ. നോക്കിയാ സംഭവം എന്താ വെച്ചാല് എല്ലാവർക്കും നല്ല പെയിനാട്ടോ. നല്ല 10-15 മരങ്ങൾ മുറിച്ചു വലുത്. പിന്നെ അതുപോലെ തന്നെ ആ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. കണ്ടമാനം ദൂരേന്ന് വരെ മുറിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ. അപ്പോൾ നല്ല ബോഡി പെയിനാണ്. ഇതിൻ്റെ മേലേക്ക് കയറ്റിയാൽ ഉണ്ടാക്കണ്ടേ. അത്യാവശ്യം മെനക്കെട്ടുണ്ടാവും നല്ല അറിയാലോ. നല്ല പൂതി കഴിഞ്ഞാണ്. നല്ല പെയിനാണ്, നടക്കാനൊന്നും കഴിയില്ല. ജോയിൻറ്റ് പെയിനും എല്ലാ പെയിനും ഉണ്ട്. ഷോൾഡർ മേലെ ആ 2 മരം വെച്ചാൽ ഷോൾഡർ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വേദനയായിട്ട് ഒരു ഭാഗം ഭയങ്കര വേദന. അതാണ് എണീക്കാൻ പറ്റാഞ്ഞ്. അവിടെ തന്നെ കിടന്നാ 6 മണിക്ക് എണീച്ച് വിഷ്വലുകളെ കണ്ട് വീണ്ടും അവിടെ കിടന്നുറങ്ങി. ഉറങ്ങിപ്പോയതാട്ടോ ക്ഷീണം കൊണ്ട്. അപ്പം എങ്ങനെയെങ്കിലും പോയി വെള്ളം എടുക്കണം. ആകെ പേടിച്ചില്ലാതായി. മോളിൽ എന്ത് സമാധാനം ഉണ്ടല്ലേ. എന്താ സുഖല്ലേ ജാതിയായിട്ട്. ഇങ്ങോട്ടാണ് നമ്മൾ ഇന്നലെ മരമൊക്കെ കടത്തി ഉണ്ടാക്കി. അതൊന്ന് ആലോചിക്കേണ്ടി ഉണ്ട് തന്നെ കാണുന്നതൊക്കെ. ഏത് റിസ്ക്. എന്ത് തൈറ്റില്ലേ. അതെ, നിങ്ങളെ തന്നെ ആലോചിച്ചിട്ട് അഭിമാനം കൊള്ളില്ലപ്പോ അല്ലേ. അതാണ് ആ നിമിഷാണ്. ഇന്ന് കൈ കാലം അനക്കാൻ ഷൂട്ടാളാ ജി. പോവല്ലേ
പോവാ വെള്ളത്തിൽ പോവാ. വരട്ടെ, ആൾക്കാർ വരട്ടെ, അറിയുന്നവർ വരട്ടെ. നമ്മള് മുന്നിൽ നടന്നാൽ ശരിയാവില്ല. കുറേ ഒന്നും പോകാനല്ല, പെട്ടെന്ന് എത്തും. ഒരു അരമണിക്കൂറൊക്കെ നടക്കാണ്ടോ? ഇല്ലേ, ഇതാ വീഡിയോയിൽ കണ്ട മാതിരി തന്നെ ഉള്ളു. കുറച്ച് എത്ര മിനിറ്റ് ഉണ്ട്? ഒരു നടത്തം മാത്രം ഒരു 15 ബൈപ്പാസ് കിട്ടും. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാല് ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. നേരെ ഓപ്പൺ പ്ലേസിലേക്ക് എന്ത് കയറും. പോകട്ടോ. പക്ഷെ ഇന്നലെ രാത്രി നല്ല സൗണ്ടൊക്കെ കേട്ടിട്ട് നല്ല പേടി വന്നു. വെള്ളം എടുക്കാൻ പോകണോ ചോദിച്ചു കുറേ നേരം നിന്ന്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചടങ്ങുകൾ നിർവഹിക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ എന്തായാലും കൊണ്ടുപോകാന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകണം. ഉണ്ടോ ഈ കാപ്പി മരത്തുമുള്ള ആകെയുള്ള കാപ്പി അത് വെട്ടി കൊടുത്ത അടുത്ത പ്രാവശ്യം അത് പൊന്നു വിളയും. കൊക്കോ കായ ഉണ്ടോ കരിമലി? മാതോളി നാരങ്ങ വേണേ താഴത്തുണ്ട് കേട്ടോ. നേരെ താഴെ ഭാഗത്തുണ്ട്. ആ അതെ.